JCB എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു ചിത്രമുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി എന്താണ് JCB എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ. സ്വന്തം പേരിലുള്ള ഉൽപ്പന്നത്തെ ആഗോള ബ്രാൻഡാക്കിക്കൊണ്ട് മഹാവിജയം നേടിയ വ്യക്തിയാണ് ജോസഫ് സിറിൽ ബാംഫോർഡ്. ജോസഫ് സിറിൽ ബാംഫോർഡ് എന്ന പേരിന്റെ ചുരുക്കെഴുത്താണ് JCB. വിവിധോദ്ദേശ ഉപകരണ വാഹനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനമാണ് JCB അഥവാ JC ബാംഫോർഡ് ലിമിറ്റഡ്. മണ്ണുമാന്തികളാണ് JCBയുടെ പ്രധാന ഉൽപ്പന്നം. JCB എന്നത് ഒരു കമ്പനിയുടെ പേരാണ്. എന്നാൽ മണ്ണ് മാന്തുന്ന എല്ലാ യന്ത്രങ്ങളെയും ഇന്ന് പൊതുവെ അറിയപ്പെടുന്നത് JCB എന്നാണ്. കേവലം 6 സഹപ്രവർത്തകർക്കൊപ്പം ഒരു ചെറിയ വാടക കെട്ടിടത്തിൽ ആരംഭിച്ച JCB കമ്പനി ഇന്ന് 300-ലേറെ ഉൽപ്പന്നങ്ങളുമായി 150-ലേറെ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. നിർമ്മാണ വ്യാവസായിക കാർഷിക മേഖലകൾക്കായി JCB ഇപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള 160 യന്ത്രങ്ങൾ നിർമ്മിക്കുന്നു. 1945 ഒക്ടോബറിൽ ഇംഗ്ലണ്ടുകാരനായ ജോസഫ് സിറിൽ ബാംഫോർഡാണ് കമ്പനി സ്ഥാപിച്ചത്. ഇംഗ്ലണ്ട് ആസ്ഥാനമായ കമ്പനി ഇംഗ്ലണ്ടിന് പുറമെ ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ബ്രസീൽ, ചൈന, ജർമ്മനി എന്നിവിടങ്ങളിലും വാഹനങ്ങൾ വിപണനത്തിനായി നിർമ്മിക്കുന്നു. ഇന്ത്യയിൽ പൂനെയിലാണ് കമ്പനിയുടെ നിർമ്മാണ ഘടകം പ്രവർത്തിക്കുന്നത്. 2006-ൽ കമ്പനിക്ക് 4000 തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്. 1945-ൽ ബാംഫോർഡ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ നിന്നും ഉപേക്ഷിച്ച വസ്തുക്കൾ കൊണ്ട് ഒരു ട്രെയിലർ ഉണ്ടാക്കി. 1948 കമ്പനിയിൽ 6 പേർ പണിയെടുക്കുകയും യൂറോപ്പിൽ ആദ്യത്തെ ഹൈഡ്രോളിക് ടിപ്പർ ഉണ്ടാക്കുകയും ചെയ്തു. 1953-ൽ ആദ്യമായി തൊട്ടി ഉപയോഗിച്ച് വസ്തുക്കൾ കോരുന്ന വാഹനമുണ്ടാക്കിയ കമ്പനിയാണ് JCB. 1964 ആയപ്പോഴേക്കും അത്തരത്തിലുള്ള 3000 വാഹനങ്ങൾ വിറ്റിരുന്നു. ജർമ്മൻ ഉപകരണ നിർമ്മാണ കമ്പനിയായ വൈബ്രോമാക്സിന്റെ ഉടമസ്ഥരും JCB ആണ്. മണ്ണുമാന്തുക, പാറ പൊട്ടിക്കുക, കെട്ടിടങ്ങളും മറ്റും തകർക്കുക എന്നിവ കൂടാതെ ട്രാക്ടറുകളും JCB നിർമ്മിക്കുന്നു. ടയറിൽ ഓടുന്നതും ടാങ്കുകളെ പോലെ ചങ്ങലകളിൽ ഓടുന്നവയുമായ വാഹനങ്ങൾ JCB ഉണ്ടാക്കുന്നു. തങ്ങളുടെ വാഹനങ്ങളുടെ വിവിധ ഉപയോഗങ്ങൾ പ്രദർശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ കമ്പനി സജ്ജീകരിച്ചിട്ടുള്ള സംഘമാണ് JCB ഡാൻസിംഗ് ഡിഗേഴ്സ്. അസാധാരണമായ മാർഗങ്ങളിൽ തങ്ങളുടെ വാഹനങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാട്ടിത്തരികയാണ് ഇവർ ചെയ്യുന്നത്. വാഹനങ്ങൾ കൊണ്ടുള്ള അഭ്യാസങ്ങൾ ഇവർ കാട്ടുന്നു. 2007 ജൂണിൽ കേരള സർക്കാർ ആരംഭിച്ച മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയിൽ അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ JCBകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കലിന്റെ പശ്ചാത്തലത്തിൽ JCBകളെ ഡിനോസറുകൾ ആയി സങ്കല്പിച്ചുള്ള M. മുകുന്ദന്റെ കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു. JCB എന്നത് ഒരു കമ്പനിയുടെ പേര് എന്നതിനേക്കാൾ ഉപരി ഒരു ഉൽപ്പന്നത്തിന്റെ പര്യായമായി കഴിഞ്ഞു. ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ മണ്ണ് നീക്കം ചെയ്യുന്ന യന്ത്രത്തിന്റെ പേരായാണ് JCB ചേർത്തിട്ടുള്ളത്. ഇങ്ങനെ ഈ ഡിനോസറുകൾ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ സ്ഥാനം പിടിച്ചു എന്നുള്ളത് ഇവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരം തന്നെയാണ്.